വരൂ വീഡിയോയിലേക്ക് കുക്കുംബറിൻ്റെ ഗുണങ്ങളെ അറിയാം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണേ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കുക്കുംബർ അല്ലെങ്കിൽ വെള്ളരിക്കയുടെ ഗുണങ്ങളെ കുറിച്ചാണ്. നമ്മളെല്ലാവരും തന്നെ കുക്കുംബർ നമ്മുടെ വീട്ടിൽ മേടിക്കുന്നതാണ് അല്ലേ? അപ്പം നമ്മൾ ഓരോരുത്തരും ഈ കുക്കുംബർ അല്ലെങ്കിൽ വെള്ളരിക്ക നമ്മുടെ വീട്ടിലേക്ക് മേടിച്ചു കൊണ്ടുവരുമ്പോൾ അതിന്റെ ഗുണങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ? കൂടുതലും ആൾക്കാരുകള് അതൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നവരും ഉണ്ട് കേട്ടോ. ഞാൻ അവരെ കുറിച്ചല്ല, നമ്മൾ അതിന്റെ ഗുണങ്ങളൊക്കെ ശരിയായിട്ട് അറിയാൻ മേലാത്ത ആളുകളിലേക്ക് എത്തട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഈ വെള്ളരിക്കയില് അടങ്ങിയിരിക്കുന്ന ഒരേ ഒരു ഗുണം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തില് ജലാംശം നിലനിർത്തുക എന്നതാണ് കേട്ടോ. ഏറ്റവും വലിയൊരു ഗുണമാണ് നമ്മുടെ ശരീരത്തില് ജലാംശം നിലനിർത്തുക എന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ദഹനത്തെ അത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ രക്തസമ്മർദ്ദത്തെ അതിന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. നമ്മുടെ സ്കിന്നിനെ നല്ല സ്കിന്നാക്കി വെക്കുവാൻ നമ്മുടെ ഈ വെള്ളരിക്ക നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിൾ ആണ് നമ്മുടെ ഈ വെള്ളരിക്ക എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചാൽ മാത്രം പോരാ, അപ്പൊ അതിന്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞ് നമ്മൾ അത് നമുക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുകയും കൂടെ ചെയ്യുക. കുക്കുംബറില് 95% വാട്ടർ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തില് അതിന് ജലാംശം നിലനിർത്താൻ സാധിക്കുന്നത്. ഇതില് അടങ്ങിയിരിക്കുന്ന നാരുകള് നമ്മുടെ ശരീരത്തില് നമ്മുടെ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു. മലബന്ധം പോലെയുള്ള ഇതൊക്കെ കുറയ്ക്കുന്നതിനും നമ്മുടെ ഈ വെള്ളരിക്ക സഹായിക്കുന്നുണ്ട്. വെള്ളരിക്കയില് കലോറി വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭാരത്തെ നിയന്ത്രിക്കാനും നമ്മുടെ വിശപ്പിനെ അടക്കുവാനും നമ്മുടെ ഈ വെള്ളരിക്ക നമ്മുടെ ശരീരത്ത് വളരെയധികം സഹായകരമാണ്. തന്നെയുമല്ല, നമ്മുടെ ഹൃദയാരോഗ്യത്തിന് വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഈ വെള്ളരിക്ക. ഇതില് മഗ്നീഷ്യം, പൊട്ടാസ്യം, ഫൈബർ ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് വളരെ ആരോഗ്യത്തിന് വളരെ ഹൃദയത്തിന്റെ രക്തസമ്മർദ്ദം നമ്മളില് വളരെ നിയന്ത്രിക്കുവാൻ നമ്മളെ ഈ കുക്കുംബർ സഹായിക്കും. കുക്കുംബർ അല്ലെങ്കിൽ വെള്ളരിക്ക നമ്മളെ വളരെയേറെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് വളരെ പ്രധാനമായൊരു പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ വെള്ളരിക്ക. എന്താണെന്ന് ചോദിച്ചാൽ, ഇത് അരച്ച് നമ്മുടെ മുഖത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളുടെ ചുറ്റും മിക്കവാറും മിക്ക ആളുകൾക്കും കറുത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. ഇത് അരച്ച് ആ കണ്ണിന് ചുറ്റും ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കണ്ണിന് ചുറ്റുമുള്ള ആ ഡാർക്ക്നെസ് ഒന്ന് കുറയ്ക്കുവാൻ സഹായിക്കും. പിന്നെ നമ്മുടെ മുഖത്തുള്ള മുഖക്കുരു കുറയ്ക്കുവാൻ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. സ്കിന്ന് നല്ല ഷൈന് തിളക്കമുള്ളതായി വെക്കുന്നതിന് വേണ്ടി നമ്മളെ ഈ കുക്കുംബർ സഹായിക്കും. ഇതിൽ വൈറ്റമിൻ സി, ബീറ്റ കരോട്ടിൻ തുടങ്ങിയ വൈറ്റമിൻസുകൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തെ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാൻ ഈ വൈറ്റമിൻസുകൾ നമ്മളെ സഹായിക്കും. പിന്നെ നമ്മുടെ ചില ആളുകളുടെയൊക്കെ വായിൽ നിന്ന് ഇങ്ങനെ നല്ല സ്മെല്ല് വരാറുണ്ടല്ലേ. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ വായിൽ ഈ ഒരു വെള്ളരിക്കയുടെ ഒരു പീസ് മുറിച്ച് നമ്മുടെ നാവിലോ നമ്മുടെ അണ്ണാക്കിലോ ഒരു കഷണം വെച്ച് കൊടുത്താൽ ആ വായ്നാറ്റം കൊണ്ടുവരുന്ന ആ ബാക്ടീരിയകളെ നശിപ്പിച്ച് കളയുവാൻ നമ്മുടെ ഈ വെള്ളരിക്കയ്ക്ക് കഴിയും. അതുവഴി നമ്മുടെ വായ്നാറ്റത്തെ നമ്മളിൽ നിന്ന് അകറ്റുവാൻ സാധിക്കും. പിന്നെ നമ്മുടെ രക്തസമ്മർദ്ദത്തെ ഇത് കുറയ്ക്കുന്നുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇതിലടങ്ങിയിരിക്കുന്ന നാരുകളും വെള്ളവും ചേർന്ന് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കുന്നു. അങ്ങനെയാണ് നമുക്ക് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നത്.
കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇത് അമിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറുവേദന ഉണ്ടാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് മിതമായ രീതിയിൽ തന്നെ ഉപയോഗിക്കുക. ഓരോ പ്രാവശ്യവും ഉപയോഗിക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഗർഭിണികൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യണം, മൂത്രമൊഴിക്കണം എന്ന ഒരു തോന്നലും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആകുന്നില്ല എങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളുടെ ശരീരത്തിന് അത് നല്ലതാണ്. സൈനസൈറ്റിസ് പോലുള്ള രോഗങ്ങളുള്ളവർ ഇത് ഉപയോഗിക്കാതിരിക്കുക. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സൈനസൈറ്റിസ് ഉള്ളവർക്ക് അത് കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൈനസൈറ്റിസ് ഉള്ളവർ ഒരിക്കലും ഈ കുക്കുംബർ ഉപയോഗിക്കാതിരിക്കുക. ഇത് ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മലബന്ധം പോലെയുള്ള അസ്വസ്ഥതകൾ ഉള്ള എല്ലാ ആളുകൾക്കും ഇത് ദിവസം ഉപയോഗിക്കാവുന്നതാണ്. ജ്യൂസായിട്ടോ പച്ചയായിട്ട് അരിഞ്ഞോ ഒക്കെ നമ്മുടെ ഡയറ്റിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു പച്ചക്കറിയാണ്. ധൈര്യപൂർവ്വം നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് നമ്മുടെ കുക്കുംബർ. അതുകൊണ്ട് ഇതാരും കഴിക്കുവാൻ മടിക്കണ്ട. വെള്ളരിക്ക കഴിച്ച് നമുക്ക് ഈ ഗുണങ്ങളൊക്കെ നേടിയെടുക്കാം. അപ്പം അടുത്തൊരു വീഡിയോയിൽ നിങ്ങളെ വീണ്ടും കാണാം. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.